പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിന്റെ തമിഴ്നാട് ലുക്ക് കൊണ്ട് കേറിക്കോ. പോയിട്ട് വന്നു. കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിലും റോട്ടിൽ കൂടെ കരഞ്ഞുകൊണ്ട് പോവാ. ഞാൻ പുറകെ ഇങ്ങനെ നടക്കും. നോക്കുന്നുണ്ട് ചെറിയ ഫിയാലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തിരി പയ്യെ സംസാരിക്കുന്നത് എല്ലാവരും ഉറക്കമാണ് കേട്ടോ. ആമിച്ചും ലച്ചൂട്ടി എല്ലാവരും ഉറക്കമാണ്. ലച്ചൂട്ടി മേളിൽ ചിറ്റാമ്മയോട് കിടന്നുറങ്ങുന്നു. ആണ്ട് കുഞ്ചൂസ് അവിടെ നിന്ന് കുബൂസും ചിക്കൻ കഴിക്കുന്നത്. രാവിലെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഛർദ്ദിക്കും. കാരണം ഛർദ്ദിക്കും എന്ന് പറഞ്ഞത് നമ്മൾ നേരെ കട്ടപ്പനയ്ക്ക് പോവാണ്. മസനഗുഡി വഴി ഊട്ടിക്കിലോട്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ കുട്ടിക്കാരൻ വഴി നമ്മൾ കട്ടപ്പനയ്ക്ക് പോവാണ്. അതുപോലെയൊക്കെയാണല്ലോ നമ്മുടെ കുട്ടിക്കാനവും ഒക്കെ. അപ്പം രാവിലെ നമ്മൾ KSRTC ബസ്സിനാണ് പോകുന്നത്. നമ്മൾ നേരെ പോകുന്നത് കോടതിയിലോട്ടാണ്. അതായത് 2023 വർഷം 22-ാം തീയതി എന്റെ കുഞ്ഞിന് 67 ദിവസമായപ്പോൾ ഞാൻ ഇടുക്കി വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കാണിക്കാനും പിന്നെ വല്യമ്മച്ചീന് സർജറിക്കായിട്ട് അടുത്ത 7-ാം തീയതി. അത് കഴിഞ്ഞിട്ട് 7-ാം തീയതി ആയിരുന്നു, 22 കഴിഞ്ഞ് പിന്നെ 7-ാം തീയതി ആയിരുന്നു വല്യമ്മച്ചിക്ക് എന്റെ മരിച്ചുപോയ അച്ഛന്റെ അമ്മയ്ക്ക് സർജറി, ഹേർട്ട് സർജറി. അപ്പൊ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടൂടെ പോയതാണ്. നേരത്തെ വന്ന് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടി പിറ്റേ ദിവസം തിരിച്ചു വരാന്നുള്ള രീതിയിൽ പോയതാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് തിരിച്ചു വരാൻ പറ്റിയിരുന്നില്ല. കാരണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവിടെ നടക്കാത്ത കാര്യങ്ങൾ ഒക്കെ ഒരു കള്ള രീതിയിലാക്കി, ഒരു കള്ള കേസുകളൊക്കെ ആക്കി 2 കേസുകൾ എന്റെയും കുഞ്ചൂസിന്റെയും പേര്. ഞാൻ 1-ാം പ്രതി, 2-ാം പ്രതിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം അന്നത്തെ നടന്ന ഒരു സംഭവത്തിന്റെ ആ ഒരു കുറച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കി കൊടുത്ത കേസല്ല ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വത്ത് ആവശ്യപ്പെട്ടെന്നും പറഞ്ഞ് തല്ലിന്നൊക്കെ പറഞ്ഞ് ഒരു ഇത്, അതായത് നമ്മൾ മനസ്സിൽ പോലും ആഗ്രഹിക്കാത്ത ഒരു കാര്യം കൊണ്ട് കേസ് കൊടുത്തിട്ട് അതിന്റെ ഹിയറിംഗ് ആണ് ഇന്ന്. അപ്പം സത്യം മാത്രമേ വിജയിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സന്തോഷത്തോടെ തന്നെ വന്ന് ഇരുന്ന് ഇൻട്രോ പറയുന്നത്. ഇതൊക്കെ സമൂഹം എന്തായാലും ഉറപ്പായിട്ടും അറിയണം. കാരണം ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ടെന്ന് ഉറപ്പായിട്ടും അറിയണം. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വെറിയിടല്ല. കാരണം ഒരു ജീവിതത്തിന്റെ അനുഭവങ്ങളായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രതിക്കൂട്ടിൽ കയറി നിൽക്കാൻ പോകുന്നത്. ഇത് ഒരു കോടതിയിൽ ഞാൻ അവളും നിൽക്കണം ഇന്ന്. അപ്പം ഇന്ന് ഫസ്റ്റ് ഹിയറിംഗ് ആണ്. അപ്പം അതൊരു ജീവിതാനുഭവമായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു നന്ദി മാത്രം പറയുന്നു കേട്ടോ. വേറെ ഒന്നും പറയാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ബാക്കി വിശേഷങ്ങളോടൊക്കെ പോകാം. എന്തൊക്കെ സംഭവിക്കുന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. നേരെ സമയം 5:40 ആയിട്ടുണ്ട്. ബസ് 6 മണിക്കാണ്. പെട്ടെന്ന് പോകണം ചങ്ങനാശ്ശേരിയിലോട്ട്. കുഞ്ചൂസ് ഒന്ന് കഴിക്കട്ടെ കേട്ടോ. യെസ്, അപ്പൊ ഞാൻ കഴിച്ചു. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. രാവിലെ കുളിച്ച് എല്ലാം സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എണീക്കൂ. ഉറങ്ങിയല്ലേ? ഞാൻ നോക്കുന്നോറും ഉറങ്ങാനുള്ള സമയം കിട്ടുന്നില്ല. 3 മണിയായി അവൾ ഉറങ്ങുന്നു. പിന്നെ കിടക്കുന്നു. നമ്മളതിന് പിന്നെ പറക്കുന്നോട് ചെല്ലത്തില്ല. ബസ്സാനിപ്പുറം വരും. വണ്ടി കടയിൽ കൊണ്ടിട്ടിട്ടുണ്ടേ. നിക്ക് പെട്ടെന്ന് കഴിച്ചോ. അതോടെ വാരി എങ്ങനെയും കഴിച്ചോ. ഈ സമയത്തൊന്നും വണ്ടി ഓടിച്ചിട്ടില്ലല്ലോ. 6 മണിക്കല്ല, 10 മിനിറ്റേ ഉള്ളൂ. നീ KSRTC ബസ് തടഞ്ഞു ചേർത്തണേ. വണ്ടി വെച്ചിട്ട് വരാം കേട്ടോ. അടുത്ത സ്റ്റോപ്പിൽ വണ്ടി നിർത്തിക്കാൻ വേണ്ടി പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബസ് ഇറങ്ങി കൈ അടിച്ചു. പക്ഷെ അവിടെ നിർത്തിയാലും പെട്ടെന്ന് വണ്ടി വെച്ച് ഇറങ്ങാൻ പറ്റില്ല. കടയിൽ വെച്ചിട്ട് വരാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ടൈം കിട്ടിയില്ലല്ലോ. ബസ് കാണുന്നില്ലല്ലോ. ബസ്സിന്
ചായ കുടിച്ചിട്ട് തിന്നാലോ? ഇവിടെ നിന്നോ രാവിലെ ഒരു ചായ മസ്റ്റാണ്. ശരി, അത് ചായ കുടിച്ചില്ലല്ലോ അല്ലേ? ഞാൻ ഇവിടെ നിന്ന് കുമ്പസ് മാത്രമാണ് ചൂട്. തെങ്ങണ പറഞ്ഞു എത്തി നമ്മള്. പക്ഷെ വിറച്ച് കത്ത്. പക്ഷെ അത് എടുക്കുമ്പോ ഒരു പതുക്കെ വരുന്നു. ഇനി പറപ്പിക്കും. അവരെടുക്കുമ്പോ ഇത്തിരി പതുക്കെ വരുന്നുണ്ട് തോന്നുന്നു. പിടിച്ചു പിടിച്ചു പിടിച്ചു. ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. പ്രവേശാന്റെ ഇവിടെ നിന്ന് ഛർദിച്ചു ഓർമ്മയുണ്ടോ? നിന്റെ തമിഴ്നാട് ലുക്ക് പെട്ട് കേറിക്കോ. എന്നാ നീ ഏകം പറയുന്നു ചോദിക്കും. വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് കൈ വെച്ചിട്ട് ഭയങ്കര ചങ്ങനാശ്ശേരി എത്തും കേട്ടോ. 6:52 59 കേട്ടോ. 6:59 ചങ്ങനാശ്ശേരി അല്ല തെങ്ങണം. വണ്ടി വെച്ചത് അവിടെയാണ്. ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ പോയി എടുത്തിട്ട് കട്ടപ്പിച്ചണം. അവിടെ നേരെ കടയിലോട്ട് പോകാതെ. 8:32 കേട്ടോ നമ്മൾ തിരികെ വന്നപ്പോഴത്തേക്കും. അപ്പോൾ ആമിക്കൊരു ടിഫിൻ ബോക്സ് മേടിക്കാൻ വേണ്ടി കയറിയാണ് കേട്ടോ. ടിഫിൻ ബോക്സ് അതായത് അവള് ചോറ് എന്നെ കാണിച്ചാലും തിന്നുന്നില്ല. നേഴ്സറി പോയിട്ടും കഞ്ഞി കുടിക്കുന്നില്ല കേട്ടോ. അതിന് കുരാരിയുടെ റൈസ് തന്നെ അവള്, അതായത് കുരാരിയുടെ റൈസ് തന്നെ റെഡിയാക്കി വിടണം അല്ലേ? ഏതാ കാണിച്ചേ? അലങ്കാറിന്റെ 3rd ഫ്ലോറിലാണ് കേട്ടോ നമ്മള്. എപ്പോ വന്നാലും ഞങ്ങള് മാത്രമേ. ഞങ്ങള് തമ്മിൽ അടിയായിട്ട് ഇവിടെ എനിക്ക് അന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. സ്റ്റീലാണെങ്കിൽ അതല്ലേ നല്ലത്. നല്ലത് സ്പൂണൊക്കെ അടുപ്പിന് ബാർബിയുടെ കളർ. ഈ സ്കൂൾ സീസണിൽ നമ്മുടെ കടയിലുള്ള സാധനമാണ് കേട്ടോ. നമ്മുടെയൊക്കെ തീർന്നു. നമ്മളൊരു സ്കൂൾ ടൈം മതിയോ? മതിയോ? വെയിറ്റ് ഉണ്ട്. പക്ഷെ അവക്ക് കാർട്ടൂണൊന്നും അറിയത്തില്ലല്ലോ. അവസാനം നമ്മളൊരു തീരുമാനത്തിലെത്തി കേട്ടോ. 2.5 മേടിച്ചു തേക്കാന്ന്. കാരണം എന്റെ ഇഷ്ടത്തിന് പറഞ്ഞു, അവളുടെ ഇഷ്ടം. അത്യാവശ്യം 200 രൂപ. ഞാൻ 96 രൂപ. ഇനി ഡിസ്കൗണ്ട് കൊടുക്കുക. ഇത് സ്റ്റീലുണ്ടല്ലോ ഇതിനകത്ത്. 62 രൂപ. ഞാൻ 96 രൂപ. 62 രൂപ. എനിക്കിത് മതി. ഇത് ഞാൻ മാമിക്ക് ഇഷ്ടപ്പെടും. എന്റെ ഇഷ്ടപ്പെടുത്തുള്ളൂ. കണ്ടോ അവസാനം ഞാൻ തിന്നിട്ട് വരും. എനിക്ക് പോവാണ്ട് കൊള്ളാൻ പറ്റുന്ന രസമുണ്ട്. ഒന്നും നോക്കാൻ സമ്മതിക്കത്തില്ല. വീട് വെച്ചിട്ടാണ് അതൊക്കെ എടുത്ത് നോക്കാം. മഴവില്ലിന്റെ പാത്രം അപ്പൂസ്. വീട് വെക്കുമ്പോൾ ഒറിജിനൽ പ്ലാന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഭയങ്കര പൈസ
എവിടെയാ നമ്മുടെ ലിഫ്റ്റ്? എടി ഈ ഒരു കസാര എനിക്ക് മേടിച്ചു തരാം അവിടെ ചാരി ഇരിക്കാൻ. ചായ ഓട്ട് വാങ്ങിച്ചു തരാം കേട്ടോ. ഇപ്പൊ വാങ്ങിച്ചിട്ടിട്ട് സൈക്കിളോട് കിട്ടുന്നല്ലേ ഇത് കിട്ടുന്നൊക്കെ ഉണ്ട്. ഉണ്ടല്ലോ അല്ലേ വെയിറ്റ് ഉണ്ടല്ലോ വിജയത്തിന്റെ കവർ എടുക്കുന്നു. എന്തോ ആ കവർ എന്റെ കൂടെ ഇങ്ങനെ പോകുന്നു. ഗ്രൗണ്ട് അടിക്കും. അപ്പാ എന്താ എന്തോ ഒരു ഒച്ചയുണ്ട്. എന്നാ പൂസേ? ലിഫ്റ്റ് പിടക്കോ താഴെ നിൽക്കുവേ, പേടിക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മള് വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് നമ്മുടെ 6 മണിക്കുള്ളിൽ 5:45 വീട് കണ്ട പോലെ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടോ? ഇപ്പോഴും ഇറങ്ങാൻ നേരത്ത് ഇതുപോലെ ഇരുട്ടായിരുന്നു. ഇപ്പോഴും ഇരുട്ടായി 9 മണിയായി വീട്ടിൽ കയറുന്നു. അങ്ങനെ ആരുമില്ല. കുക്കു കുക്കു ഞാൻ ഇറങ്ങാം. ആരൊക്കെയാ നമ്മുടെ താഴെ? ഉണ്ടോ? ഇല്ലല്ലോ വീട്ടുകാരേ. പതിയെ ഗേറ്റുകൾ തുറക്കണം. എന്നെ നോക്ക്. വീട്ടിൽ ഇറങ്ങാതെ പതുക്കെ, ഞങ്ങൾ അങ്ങോട്ടാ വരുന്നേ. കുഞ്ഞവിടെ നിക്ക്. ഇല്ലേ അതിനാ ഓനെ അപ്പൂച്ചി ഇങ്ങോട്ടാ വരുന്നേ. ഇങ്ങോട്ട് കയറാണോ? കൈ കാണിച്ചാ നോക്കണ്ട. രണ്ടിനെ കണ്ട് ഭൂതത്തിനെ കണ്ടുപോലുണ്ട്. എന്നാ വാങ്ങിച്ചിട്ട് വന്ന്? ഉഴുന്നുവട ദൂര വാങ്ങിച്ചിട്ട് വന്ന് ചിന്ന കുഞ്ചീന് മിസ് ചെയ്തോ? ഡൈക്ക് നിന്നോന്ന് ചോദിക്കുന്നു. എടി കുഞ്ചിനെ മിസ് ചെയ്തില്ലേ? അപ്പം ചെയ്തല്ലോ. സാധനം നിപ്പിരിപ്പുണ്ടേ, തുറക്കട്ടെ. നിക്ക. കൊച്ചുമറിയാമ്മ നിപ്പുണ്ടേ. കൊച്ചുമറിയാമ്മ ചെറിയ എന്നെ നോക്കുന്നുണ്ട്. ചെറിയാമ്മ എന്നെ നോക്കുന്നുണ്ട്. നോച്ചിനുണ്ട്. അപ്പൂനെ ആന്നാലും നോച്ചിനെ. അമ്മിടെ തോണ്ടിരേ അമ്മയുടെ പൊന്നിരേ. പൂച്ചിനെ നോക്കുന്നുണ്ട. കണ്ട ബാ. അടുത്ത ഫ്രണ്ട് കയറി ഇരിപ്പുണ്ട്. നെഞ്ചിയുടെ ഫ്രണ്ടിൽ കയറി ഇരിപ്പുണ്ട്. എന്നാ ഇവിടെ പമ്മാടിയൊക്കെ ഞാനിവിടെ പമ്മാടിയൊക്കെ ഇന്ന് ചോദിക്കുന്ന കേട്ടോ. ഞാനിവിടെ പമ്മാടിയൊക്കെ ഇല്ല. എന്ത് ചെയ്ത് ഞങ്ങളിവിടുത്തെ സൂത്രയൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ കൊണ്ടുവച്ചേക്ക്. ഈ കൂടെ കൊണ്ട് ആ കുരാരിയുടെ കയ്യിരിക്കുന്ന കൂട് നോക്ക്. അങ്ങോട്ട് നോക്ക്. എന്നെ വേണം നോച്ച്. ഇങ്ങോട്ട് നോച്ച്. കണ്ടുപിടിച്ച് ചിപ്പുണ്ടെന്ന്. ചിപ്പൊക്കെ ഉണ്ട്. ചിപ്പുണ്ട്. നാളെ ബിരിയാണി ഉണ്ടാക്കാനുള്ള. മോൻ ഇങ്ങോട്ട് നോക്കി. ഇതിനകത്തോട്ട് നോക്കി. ഇങ്ങോട്ട് കാണിച്ച്. പപ്പടം കൊടുക്കാവേ. പപ്പടം ഇതിനകത്ത് ഇട്ടിട്ട് പോണം. ബിരിയാണി ഈ കുഞ്ഞു പാത്രത്തിനകത്ത് പപ്പടം ഇട്ട് തരാവേ. കൊച്ചു പപ്പടം ഇട്ടിങ്ങനെ ചെയ്തു. അതിനകത്ത് ചോറ്. മോൻ നേഴ്സറി കൊണ്ടുപോകാനാണേ കേട്ടോ. കൊണ്ടാണോ കൊടുത്തിരുന്നത്?
അങ്ങനെയാണോ ചിന്തുന്നേ? നാളെ മോനെ അങ്ങാടി പോകണ്ടോ? അല്ല മോനെ അങ്ങനെ ഉണ്ടായിരുന്നു മോനെ പോയിട്ട്. മോനെ ഇന്ന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങാടി പോയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. മോനെ എന്നാ പറഞ്ഞേ? എവിടെ പോയത്? ഇതെന്തോ ഇത് ചോക്ലേറ്റ് ഇപ്പൊ കുളിപ്പിച്ച് അരമണിക്കൂറാവും. ഇനി അച്ഛൻ ഒരു പാത്രം മേടിച്ചിട്ടുണ്ട് നോക്കി. ഒരു സൂത്രം കേളൂ. ഒരു പാത്രം ചോക്ലേറ്റ് ഐസ്ക്രീം. ഈ പാത്രമാണ് ഇറ്റപ്പെട്ട, ആ പാത്രം ഇറ്റപ്പെട്ടെന്ന് പറയണം. എനിക്ക് ഇപ്പൊ നോച്ചേണം, നോക്കിട്ട് പറയണം. ഇന്നോട്ട് നോക്കി വേണ്ടേ? ഇന്നോട്ട് നോക്കി. ഈ പാത്രമാണ് ഇറ്റപ്പെട്ട്, ഈ പാത്രമാണ് ഇറ്റപ്പെട്ടെ. ഏതാ മോനെ ഇഷ്ടപ്പെട്ടെ? അങ്ങനെ തന്നെ നോക്ക്, ശ്രമിക്കും. നീ അപ്പുറത്തെ വശം, അപ്പുറത്തെ അതുപോലെ തന്നെ ബുക്ക്. അപ്പുറം പോക്ക്. ആ അവിടെ. ആ പോക്ക്. നീ ഈ സൈഡ് ഇവിടുത്തെ ബുക്ക് ചെയ്യണേ. പോക്ക്. ഞങ്ങൾ വശം. പിന്നെ വരുമല്ലേ. ഇതാര് വാങ്ങിച്ചറിയോ? ഇത് അപ്പോച്ച് വാങ്ങിച്ച. അത് സ്റ്റീലിന്റെ വാങ്ങിച്ച അത് എടുത്ത. പിന്നെ ഞാൻ ഓർത്തില്ലേ, അല്ലാതെ ഓർത്തുണ്ടെങ്കിൽ ഇച്ചിരി വെയിറ്റ് ഉണ്ട്. മോനെ ആമി ഏതാ ഇഷ്ടപ്പെട്ടെ? ഈ പാത്രമാണ് ഇഷ്ടപ്പെട്ടെ. ഈ പാത്രമാണ് ഇഷ്ടപ്പെട്ടെ, ഈ പാത്രമാണ് ഇഷ്ടപ്പെട്ടെ. ഏതാ ഒത്തിരി ഇഷ്ടപ്പെട്ടെ? ഏതാ ഇഷ്ടപ്പെട്ടെ? പറ. ഇഷ്ടപ്പെട്ടേതാ? ഇതില്ല രക്ഷപ്പെട്ടില്ല. ഇതാ തന്നെ എടുക്കാനോ? കറി ഏതാ ഇഷ്ടപ്പെട്ടെ? ഏത് പാത്രം ഇഷ്ടപ്പെട്ടെ? ഇതാണോ? ഏത് പാത്രം? കറിയൊക്കെ കൂട്ടി തിന്നോ? ഏത് പാത്രം ഇഷ്ടപ്പെട്ടെന്ന് പറ. കുഞ്ചി വാങ്ങിച്ചാണ് ആ പൂച്ച വാങ്ങിച്ച പാത്രമാണ് ഇഷ്ടപ്പെട്ടെ. അറിയത്തില്ല ഇപ്പൊ ഇല്ലേ. ഇപ്പൊ കൊറേ ദിവസമായിട്ട് ആമി ഇങ്ങനെ ചോദിച്ചാൽ പറയത്തില്ല ആരും ഇഷ്ടം വെച്ചല്ലേ. എല്ലാരും ഇഷ്ടം. മനുഷ്യനെ ഇഷ്ടം, കുഞ്ഞിനെ ഇഷ്ടം, യച്ചൂട്ടിനെ ഇഷ്ടം. എന്നിട്ട് എല്ലാവരും കൂടെ പേര് പറഞ്ഞു. ആരും ഇപ്പൊ ഒരാളെ പറയത്തില്ല. അവർക്ക് ഇപ്പൊ അറിയാം ഭയങ്കരമായിട്ട്. നമ്മൾ പറഞ്ഞ് അങ്ങനെ കൊടുത്തില്ല. ലച്ചുവേ എന്നാ എന്നെ അപ്പാമിനെ കൊന്നു. വഴക്കുണ്ടായിരുന്നമ്മേ? ഇല്ല. എന്തോ? അടയ്ക്കാൻ അടയ്ക്കാം. കരിയൊക്കെ വെക്കട്ടെ കേട്ടോ. തിളപ്പിക്കണം. വെള്ളം തിളപ്പിച്ചിടണം. നാളെ അത് മോൻ ചോറ് കൊണ്ടുപോകാനാണേ അങ്ങാടിയിലെ. ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേ? ഇതാണോ ഇഷ്ടപ്പെട്ടെ? അതും ഇഷ്ടപ്പെട്ടോ? എല്ലാം ഇഷ്ടപ്പെട്ടോ? വെച്ചു കൊടുത്തോ മോനെ? അതെല്ലാം കൂടെ വെച്ച് അടയ്ക്കുന്ന പാത്രമല്ല. കുഞ്ഞിതാ കരി വെക്കട്ടെ. ഛർദിച്ചില്ല ദൈവഭാഗ്യം വിളിച്ചടക്കാണ്. വാ ഗുളിക കഴിച്ചിട്ടുണ്ട്. തിരിച്ചൊന്നും ഗുളിക കഴിച്ചില്ല. അത് വേണ്ട, ഒരു ഗുളിക മതിയല്ലേ? മതി. ഒരു ഗുളിക മതി. ഞാൻ തിരിച്ചു വരുമ്പോ കഴിക്കണം ഓർത്ത്. പക്ഷെ മറന്നേ പോയ കാര്യം. നോക്കി എട്ടിപ്പിടിച്ച് കിടക്കുന്നേ. അത് എടുക്കാൻ കൊണ്ട് വെക്ക്. ട്രാൻസ്പോർട്ട് അങ്ങോട്ട് കിട്ടിയല്ലേ? നിങ്ങൾ 6 മണി 5:51 ഇവിടെ തുടങ്ങിയപ്പോ 5:50 അതുകൊണ്ടായി ഞാൻ ഗൈറ്റ് തുറക്കുന്ന കേട്ടപ്പോ എഴുന്നേച്ചോ. ഞാൻ മൊബൈൽ നോക്കി പെട്ടെന്ന്.
ബസ് കിട്ടുമോ അന്നേരം 6 മണി എന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാ ബസ് കിട്ടിയ. ഫോൺ ഇങ്ങനെ ബാറ്റയുടെ ഫോണാക്കിയപ്പോ സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങിയമ്മേ, സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങി പോയി. ഞങ്ങള് പിന്നെ ഓവർടേക്ക് ചെയ്ത് തെങ്ങണെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് പോയത്. ഓവർടേക്ക് ചെയ്ത് കൈ കാണിച്ചു നിർത്താം, അവിടെ ഇറങ്ങാനുണ്ട്. പക്ഷെ വണ്ടി ഇട്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഇറങ്ങേണ്ടി വരും. എത്ര താമസിച്ച് നമ്മള് 2 ഹെൽമെറ്റ് കൂടെ അല്ലേ പൊക്കൊണ്ട് പോകുന്നത്. ഹെൽമെറ്റ് കൂടെ അങ്ങ് പോയി തിരിച്ച് അതുകൊണ്ട് ഹെൽമെറ്റ് തെങ്ങണ ഇറങ്ങി അല്ലേ. ആ തെങ്ങണെ പോയി. അതെ, ആ തെങ്ങണെ സ്റ്റോപ്പുള്ള ഞങ്ങൾ അങ്ങ് മുന്നിൽ പോയി. ഇവിടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ ബസ് പോവേ എന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാ ബസ്. പക്ഷെ ഒരു കാര്യമില്ലല്ലോ, അവര് വന്നില്ല. കേസ് വീണ്ടും നീട്ടി വെച്ചു. നമുക്ക് ഡേറ്റിന്റെ പണിയാ, നമ്മൾ ഓടുക. അവര് വന്നില്ല, അവര് അറിഞ്ഞുകൊണ്ട് വരാത്തല്ലേ. നമ്മളെ ഇത്രയും 100 കിലോമീറ്റർ നമ്മള് ട്രാവൽ ചെയ്തു, 10 കിലോമീറ്റർ വരാനുള്ള അവര് വന്നില്ല. അപ്പൊ കേസ് മാറ്റി വെക്കും. ആ അവര് അവധിക്ക് പറഞ്ഞാൽ മതിയല്ലോ വക്കീലിനോട്. അവരുടെ വക്കീല് വന്നിട്ടുണ്ടായിരുന്നു. നമ്മള് വെറുതെ പോയത്, വെറുതെ കുഞ്ഞുങ്ങളുടെ അടുത്ത് മാറി നിന്ന് വെറുതെ ആയിപ്പോയി. ഇത്രയും അല്ല, ഞങ്ങൾക്ക് ഇത് 3ാമത്തെ ഇതല്ലായിരുന്നു. നമുക്ക് കുഞ്ഞുങ്ങളുടെ അടുത്ത് മാറി നിന്ന് വെറുതെ ആയി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുറഞ്ഞു. നമ്മുടെ പെണ്ണ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അവിടുന്ന് 10 കിലോമീറ്ററേ ഉള്ളു കട്ടപ്പനയ്ക്ക്. 10 കിലോമീറ്റർ ആണെങ്കിൽ 20 കിലോമീറ്റർ 16 കിലോമീറ്റർ പോകും. ഓ നമ്മുടെ ഒരു എത്ര ഇപ്പം ഈ 15 മണിക്കൂറായി കുഞ്ഞുങ്ങളുടെ അടുത്ത് മാറി നിന്നിട്ട് കേട്ടോ. 9 മാസമായിട്ടുള്ള കുഞ്ഞല്ലേ. മാത്രമാണോ ഇവക്ക് 9 മാസമായിട്ടുള്ള? അത് മാത്രമാണോ യാത്രയുടെ ബുദ്ധിമുട്ട്? ഒരു ദിവസം ഫുള്ള് എന്തെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ വിലയേറിയ നിമിഷങ്ങൾ മാറിയിട്ട് നമ്മളിപ്പം വീഡിയോ പല ദിവസവും ഇടാറില്ല, കാരണം നമ്മൾ അത്രയും തിരക്കാണ്. അപ്പൊ അതും ഫുള്ള് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കോടതിയിലോട്ട് പോയത്. അവരെ കൊടുത്തതിന് പോലും അവർക്ക് വരാനുള്ള ഒരു ഇതില്ല. അത്രയ്ക്ക് ഇതാ സാമാന്യ ബോധം ഇതാണ്. അതുപോലെ കൊടുത്തത് നിങ്ങളെ പ്രതികളാക്കി കൊടുത്തതെന്നല്ല. എന്നാക്കുവായിരുന്നു അച്ഛൻ മിച്ച് ചെയ്തോടാ മോനെ, മിച്ച് ചെയ്തോടാ അച്ഛനെ. ഫോട്ടോയിലോട്ട് നോക്കും. ഒന്നങ്ങ് നോക്കുന്നത് ഇങ്ങനെ നോക്കും. ഞാൻ പറഞ്ഞു ചോറിനായിട്ട് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് പപ്പടം കൂട്ടി ചോറ് കൊടുക്കും. അത് നടക്കും കഴിഞ്ഞു. അന്നേരം പൂജ ചെയ്ത് വിളിക്കുമ്പോ ഫോട്ടോയിലോട്ട് നോക്കും. നിങ്ങൾ നിറഞ്ഞു വെച്ചോ നോക്കും. ആമിച്ചോ ആമി ആണോ അങ്ങനെ പറഞ്ഞോ? അല്ലേ കൊണ്ടാക്കുന്നേ, നിങ്ങളല്ലേ കൊണ്ടാക്കുന്നത്. അച്ഛൻ ഇല്ലേ കൂടെ കൊണ്ടാക്കിയെന്നെ. ഞാൻ ഈ വഴി കൂടെ പോയി ചെയ്യുന്നത്. ഓ വേറെ വഴി പോയി. മോനെ അച്ഛൻ മിസ് ചെയ്തോടാ? നീ അച്ഛൻ മിസ് ചെയ്തോ? അച്ഛൻ മിസ് ചെയ്തോ? സത്യം പറ ആമി. ഈ കള്ളി അതില് നിക്കുവാ. ഇന്ന് അമ്മ കരഞ്ഞിട്ട് വിളിച്ചിട്ട് വന്നോ? ഇല്ല, വേറൊന്നും കൊടുത്തു വിട്ടേക്കെന്ന് പറഞ്ഞേ. വേറെ സ്നാക്സ് ഒന്നും കൊടുത്തു. അവിടെ രാവിലെ ഉണ്ടുണ്ട്, മുട്ടയുണ്ട്, പാലുണ്ട്. അപ്പൊ 9:30 ആകുമ്പോൾ കൊണ്ടുവരുന്നത്. 9:30 10. അപ്പൊ അതനുസരിച്ച് പിള്ളേർക്ക് മുട്ടയൊക്കെ പിള്ളേർ മുട്ട തിന്നോ? ഇല്ല, ഇന്ന് എടുത്തോ.
എടുത്തോ, കുഴപ്പമില്ല, എടുത്തോ എടുത്തോ, കുഴപ്പമില്ല. നമുക്ക് കഴുകി വെക്കാം. ഇതെന്തോ പോയി കാണിക്കുന്നേ, അതിലെടുത്ത് വായി വെക്കാതെ അങ്ങനൊക്കെ ചെയ്യുന്ന ഇച്ചിരി പിള്ളേരല്ലേ ചൂട്ടി. പാത്രം എടുക്ക, ആ പാത്രം എടുക്ക. കേസൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നേരെ ചക്ക മുറിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരു വലിയൊരു ചക്ക കൊതിച്ച ഉണ്ട് കേട്ടോ, അതാണ് ചെയ്യുന്നത്. കുഞ്ചു അപ്പൂച്ച. പിന്നെ ഏറ്റവും വലിയ കൊതിച്ചു തരാം മോനെ. ചെരിഞ്ഞു നോക്കുന്നുണ്ട്, ചെരിഞ്ഞു നോക്കി നിക്കാ മോനെ കൊതിച്ചി. എന്നിട്ട് മോന്റെ പേര് പറഞ്ഞ് മുറിപ്പിക്കാ മോനെ. ഇടി കൊതിച്ചിയല്ല, പുരാരി കൊതിച്ചി. ഡി വേണ്ട. അച്ഛേ മുറുക്കി ചക്കട കളർ കാണുമ്പോ അപ്പൂച്ച കരിയും, ചുമല അടങ്ങി. എന്തോ എനിക്ക് പച്ച ഇഷ്ടം. പഴുത്ത് 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 ആ പരുവം മതി, അല്ലെങ്കിൽ മാറിക്കണ്ണ. വിളഞ്ഞത് ഏറ്റവും മേളിന്ന് വെച്ചിട്ടുണ്ടോ വന്നത്? മറിക്കേ, അമ്മ എടുക്കട്ടെ, മറിക്കേ. ഇപ്പൊ ചക്കപ്രേമികൾക്കല്ല ഇന്ന് ചക്ക തിന്നോളും. അതാണ് അതിന്റെ മട്ടിക്കൂടി വെക്കുന്ന. കുഞ്ഞെ അങ്ങോട്ട് നീങ്ങിയിരിക്കും, ഞാൻ തരാം. നീ വാക്രാന്ന് കളി പിടിക്കാതെ. ആണോ? പുളിച്ചേ ഉള്ളോ? ഒരു ചക്കപ്രേമിനെ കണ്ടോ? കാണിച്ചേ ഇച്ചിരി, അവർക്കെല്ലാം ഒന്ന് കൊടുത്തേ. ഇന്ന് ഇച്ചിരി കഴിച്ചോളാൻ പറ. ഇച്ചിരി കാണിക്കും. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇച്ചിരി കഴിച്ചോളാൻ പറ. എല്ലാരോടും എടുത്ത് ഒരെണ്ണം കഴിച്ചോളാൻ പറ. ഞാനിവിടുന്ന് കിള്ളുന്നുണ്ട്, എനിക്കാരും എടുത്തിരുന്നില്ല. ഒരു കൈ കൂപ്പി ചോദിക്കുവോ? അപ്പൊ തലേ പറ്റും. ഇങ്ങോട്ട് മാറി. അപ്പൊ ഉച്ചെന്ന് വിളിക്ക, അല്ല അച്ഛന്ന് വിളിക്ക. ഇവിടെ വാ. പൂച്ച അത് മുറിക്കട്ടെ. ആപ്പിൾ ഇങ്ങനെ മുറിക്കുന്ന പോലെ മുറിക്കണോ? ആ മുറിക്കാവ്. ഇപ്പുണ്ട്. അമ്മയുടെ വാലയും ചെയിനും എല്ലാം ഊരി, എല്ലാം ഇതെല്ലാം ഊരി ഫുള്ളും. അംഗനവാടി ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ, അതല്ല ഊരിയേക്കുന്നത്. നമ്മള് മുത്തുമാല ഇട്ടുകൊണ്ടോ പോകുന്നല്ലേ? ഇപ്പൊ റോസ് മുത്തുമാല ഇട്ടുകൊണ്ടോ പോകുന്നത്. പക്ഷെ കടിയാ ഭയങ്കര ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ ഊരി വെച്ചേക്കുമ്പോ ഉണ്ടല്ലോ ഒരല്ല. അമലല്ല, അമൽ സാറെന്നാ ഞാൻ വിളിച്ചേ. അമൽ സാറെന്നാ കോളേജിലെ പേര്. അമലൊന്നും ഇല്ല ഇവിടെ. അമൽ സാറേ ഏത് അമല? അമല ബസ്സോ? അച്ചാച്ച 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 ഒരെണ്ണെന്താ? അച്ചാച്ച 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 ഒരെണ്ണെന്താ? അച്ചാച്ച അമ്മ അടിച്ചോണ്ട് പോയി. അച്ഛനായിരുന്നു താഴെ വീണെന്ന് പറഞ്ഞ ഞാൻ എടുത്തോ, താഴെ വീണ എടുത്തോ. യെസ്, അപ്പൊ നമ്മൾ വന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങി. നല്ല ടയർഡായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ വേറെ ഒരു കാര്യവും പറയാനിരുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. അപ്പം ഇപ്പൊ നേരം വെളുത്തതാണ്. നമ്മുടെ ഹാമിച്ചനെ നഴ്സറിയിലൊക്കെ കൊണ്ടുവിട്ട് വന്നിരിക്കുകയാണ്. കുറെ ഇപ്പൊ 1 മണിക്കൂർ, ഏകദേശം 1 മണിക്കൂറായി. ഞാനിടയ്ക്ക് ഒന്നുകൂടെ പോയി നോക്കി. കരച്ചിൽ ഇതുവരെ നിർത്തിയിട്ടില്ല. അപ്പൊ ഇനി ഒന്നുകൂടെ പോയി നോക്കണം ഇത് കഴിയുമ്പോഴത്തേക്കും. എന്താ പക്ഷെ നമ്മൾ അങ്ങനെ പ്രശ്നം. നമ്മളിപ്പോ കൂട്ടിക്കൊണ്ട് ഇങ്ങ് വരുവാണെങ്കിൽ അതൊരു ഇതായിപ്പോ ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ടൊന്ന് സെറ്റായി വരണം. അതിന് നമ്മള് കുഞ്ഞുങ്ങൾക്ക് ഒരു സമയം കൊടുക്കണമല്ലോ. അപ്പൊ നമ്മൾ അതിന് ഇടയ്ക്കോട്ട് കയറി ചെന്നത് ശരിയാകത്തില്ല. അപ്പൊ വഴക്കൊക്കെ പറയണം, അവര് വഴക്കൊക്കെ പറഞ്ഞാലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതൊന്ന് സെറ്റായി വരണം. അപ്പോൾ അതുവരെ നമ്മളും വെയിറ്റ് ചെയ്യണം. കാരണം വിഷമവും കാര്യങ്ങളുണ്ട്. തിരിച്ചു ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഇറങ്ങി വരുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വിദ്യാഭ്യാസമാണ് അത് അല്ലേ, അതിനോട്ട് വരട്ടെ. അപ്പം നമ്മൾ ഇന്നലെ പോയിട്ട് വന്ന് നമ്മൾ അങ്ങോട്ട് KSRTCക്കാണ്. തിരിച്ചു വന്നപ്പോൾ പ്രൈവറ്റ് ബസ്സാണ്. വഴിപടിയാണ് ഫുള്ള്. എൻ്റെ അമ്മ ഭയങ്കര ടയേർഡായി പോയി. നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഒന്നും അറിയാതെ ഉള്ള ഒരു ഉറക്കമായിരുന്നു. അപ്പോൾ നമ്മൾ പോയിട്ട് വന്നു. അപ്പോൾ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിലും
അവർ വന്നില്ല. അവർ കൊടുത്ത കേസിന് അവർ തന്നെ വന്നില്ല. ഞങ്ങൾ പോയിട്ട് വെറും ഇതായിട്ട് തിരിച്ചു വന്നു. കോടതിയിൽ നമ്മൾ കയറി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കോടതിയിൽ ക്രിമിനൽസ് ആയിട്ട് ആ ഒരു ക്രിമിനൽസിന്റെ പ്രതികളുടെ അവിടെ ചെന്നു. അപ്പം നമ്മള് റെസ്പോണ്ടന്റ് അങ്ങനെ എന്തോ പറയുന്നത് പ്രസിഡന്റ് എന്ന് പറയുന്നത് കേട്ടു. പിന്നെ അവരുടെ വക്കീൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വക്കീൽ കണ്ടപ്പോഴേ ഒരു സിരിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഓൾറെഡി അവർക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്നാണ് കേസ് വിളിച്ചേക്കുന്നത്. പക്ഷെ വന്നില്ല. ഞങ്ങൾ 100 കിലോമീറ്റർ ഇവിടുന്ന് വെറുതെ രാവിലെ എണീറ്റ് കുഞ്ഞുങ്ങളെയും ഒരു കേസ് കൊടുത്തത് മുന്നോട്ട് പോകണമെങ്കിൽ വക്കീലിന് വാദിക്കാൻ അല്ലെങ്കിൽ ചോദിക്കാനുള്ള മജിസ്ട്രേറ്റിന് കാണാൻ കിട്ടിയാലേ കാര്യമുള്ളൂ. ഇത് വർഷങ്ങളോളം നീട്ടിക്കൊണ്ട് പോയി ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് മാത്രം ഇരിക്കുന്നവർക്ക് അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാം. നമ്മൾ ഇനിയും പോകും. നമുക്ക് കാരണം നമ്മൾ ഇനിയും പിന്നോട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇനിയും പോകും. ഇനിയും പോയിട്ട് തിരിച്ചു വരേണ്ട വരുവാണെങ്കിൽ അങ്ങനെ തന്നെ നോ പ്രോബ്ലം. ഞങ്ങൾ പക്ഷെ ഒരു പരിധി കൂടുതൽ അവധി എടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ കോടതിയുടെ കാര്യമല്ലേ. അപ്പൊ എന്നിട്ട് നമ്മൾ കോടതി ചെന്നിട്ട് ആരും വരുന്നില്ല. പിന്നെ നമ്മുടെ വക്കീൽ തന്നെ പറഞ്ഞു എന്നാ ചെയ്യാനാവല്ലേ ഒന്നും പറയാൻ ആവശ്യത്തില്ല, വേറെ ഒന്നും ഇല്ല. അപ്പം നമ്മുടെ വക്കീൽ നല്ല സൂപ്പർ വക്കീലാണ്. ഇടുക്കിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് വക്കീലാണ് നമ്മുടെ. അപ്പം നമ്മളെന്തായാലും പോരാടുക തന്നെ ചെയ്യും. എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ പോരാടും നീതി കിട്ടുന്നോളം വരെ. കാരണം ഒരുപാടുണ്ട് കാര്യങ്ങൾ. യെസ്. അപ്പൊ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. നമ്മൾ അതിനകത്ത് എന്നാ ഞങ്ങളെ ഒത്തിരി വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നും. നമ്മുടെ കുറെ സമയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു അല്ലെ. ഒത്തിരി നമ്മുടെ ഒരു ദിവസം നല്ല വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് എനിക്ക് പറ്റുന്നില്ല എന്ന് കണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. റോട്ടിൽ കൂടെ എല്ലാം കാര്യമായിരുന്നേ. ഞാൻ എല്ലാം നോക്കുമ്പോഴത്തേക്കും എന്തുവാ കരഞ്ഞോണ്ട് ഇവിടെ റോട്ടിൽ കൂടെ കരഞ്ഞോണ്ട് പോവാ. ഞാൻ പുറകെ ഇങ്ങനെ നടക്കും. പൊട്ടിയിട്ട് ഞാൻ മാറി സൈഡ് മാറി എനിക്ക് കരഞ്ഞു. ഞാൻ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് തന്നെ നടന്നേ. ഞാൻ ഇങ്ങോട്ട് മാറി വന്നത് കാരണം ഭയങ്കര വിഷമം വരുമായിരുന്നു. എന്തോത്തിനാണ് ഇങ്ങനെ. എനിക്കറിയാം എന്തുകൊണ്ടാണ്. എനിക്കറിയാം എനിക്ക് ഇത് തന്നെ നടക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പം ഒത്തിരി നാളിങ്ങനെ നടത്തിപ്പിക്കത്തില്ലല്ലോ. എന്തുവായാലും നമ്മളെ അനുഭവിപ്പിക്കുക. ജനിപ്പിച്ച വളർത്തിയ കണക്കുകളൊക്കെ ഈ ഒരു ചെറിയ കാര്യങ്ങളിലൊക്കെ, ചെറിയ നിസ്സാര കാര്യങ്ങളല്ല, ഈ കാര്യങ്ങളിലെല്ലാം എല്ലാം തീർന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു വിധിയൊക്കെ ആയിട്ട് കണ്ട്, വിധി എന്ന് പറയാൻ പറ്റുമല്ല, എങ്കിലും നമ്മൾ അങ്ങനെ കണ്ട് നമ്മൾ അങ്ങ് പോകും. നമ്മളെന്തായാലും കേസും കാര്യങ്ങളും എല്ലാം ആ മുറയ്ക്ക് തന്നെ നടക്കും. ഇനിയും പോകും. ഇതുപോലെയുള്ള ആളുകളുണ്ട് സമൂഹത്തിൽ. എന്നിട്ട് ദൈവം ഞാനാണ് ദൈവം എന്നും പറഞ്ഞ് നടക്കുകയും ചെയ്യും. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ പോട്ടെ. യെസ്. അപ്പൊ നമുക്ക് അധികം നമ്മുടെ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഈ കേസിന്റെ ഒരിക്കലും പറഞ്ഞില്ല. കാരണം മുന്നോട്ട് ഇങ്ങനെയുള്ള ആളുകൾ എന്തായാലും എനിക്ക് നിയമം എന്താണ് ഇവർക്ക് തരുന്നതെന്നുള്ള എനിക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഓപ്പൺ ആയിട്ട് ഉറപ്പായിട്ട് ഒന്നും അറിയാതെ കുറെ എണ്ണം വന്ന് പോരക്കും കേട്ടോ. അത് നമുക്ക് ഒരു ഇതുമില്ല. ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കാര്യം, അതായത് നമ്മൾ അനുഭവിച്ച പെയിനും നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും കള്ളത്തരങ്ങളും നമുക്ക് പൊളിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പറയാനായിട്ട് പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പറയാതെ വേണ്ട എല്ലാരെയും അങ്ങനെ തന്നെ വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വലിയ കോടതിയിൽ തന്നെ ഇതാവട്ടെ. അപ്പം അതങ്ങനെ കാര്യങ്ങളൊക്കെ പോട്ടെ. രാവിലെ നെഗറ്റീവ് ആയതല്ല കേട്ടോ, ഒരുപാട് വിഷമമുള്ളതുകൊണ്ട് പറഞ്ഞാണ്. അപ്പം യെസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ കേട്ടോ. നമ്മൾ ഇനി അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഉറപ്പായിട്ടും വരും. കോടതിയുടെ കേസ് വരുമ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങളും ഇതൊക്കെ ആദ്യം തൊട്ടേ കാണുന്നതാണ്. നിങ്ങൾക്കും അറിയണം കാര്യങ്ങൾ എന്താണെന്ന്. ഇതുപോലെ സമൂഹത്തിൽ ഇനി നടക്കാനും പാടില്ല. കാരണം ഒത്തിരി അടിച്ചമർത്തപ്പെടുന്നവരുണ്ട്. എല്ലാം മേടിച്ച് ഊറ്റി പിഴിഞ്ഞെടുത്തിട്ട് ഏറ്റവും അവസാനം അടിച്ച് താഴ്ത്തി തീർത്ത് കളയുന്നവരുണ്ട്. അപ്പം ഇവര് പിന്നെ എങ്ങനെ എറിഞ്ഞാലും പൂച്ച എറിഞ്ഞാൽ 4 കാലിൽ പോയി നിൽക്കുന്നു പറഞ്ഞ പോലെ അവിടെ കിടന്ന് ഉരുളോ അല്ലെങ്കിൽ അവിടെ നിന്ന് നടക്കാനും ഒക്കെ നല്ല യോഗ്യരാണ്. കള്ളങ്ങൾ സത്യമാക്കാനായിട്ടും ഒക്കെ കഴിവുള്ളവരാണ്. അതിപ്പം കോടതി വന്ന് നിന്നിട്ടാണെങ്കിൽ പോലും, അത് ജഡ്ജിന്റെ മുന്നിൽ നിന്നിട്ടാണെങ്കിൽ പോലും കള്ളങ്ങൾ വിളമ്പി വിജയിക്കാൻ നോക്കും. പക്ഷെ കള്ളങ്ങൾക്ക് ഒരു വിജയം ശാശ്വതം ഉണ്ടാകത്തില്ല. അതെല്ലാം തകർന്ന് വീഴുക തന്നെ ചെയ്യും എന്ന പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് ഉറപ്പായിട്ട് പോകും. യെസ്. അപ്പം എല്ലാവർക്കും ടാറ്റ കേട്ടോ.